മീറ്റിങ്ങിലേക്ക് ഞങ്ങൾക്ക് കുടുംബമായി കടന്നു വരുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസരം ഒരുക്കി തന്നു. അതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിൻ്റെയും ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ദേവദാസൻ, അതുപോലെ മേബിൾ ആൻറ്റി, വുമൺസ് ഫെലോഷിപ്പിൻ്റെ ഡയറക്ടറായിരിക്കുന്ന മേബിൾ ആൻറ്റി, അതുപോലെ സൂസൻ സിസ്റ്റർ, കുടുംബം, അതുപോലെ ഈ വുമൺസ് ഫെലോഷിപ്പിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും, അതുപോലെ കടന്നു വന്ന ദേവദാസന്മാർ, ഞങ്ങൾ ഇന്നലെ പിക്കപ്പ് ചെയ്ത ദേവദാസന്മാരുണ്ട്, അതുപോലെ സതീഷ് പാസ്റ്റർ, കുടുംബം, അങ്ങനെ കടന്നു വന്ന എല്ലാ ദേവദാസിമാരെ എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പിന്നെ എൻ്റെ കൂടെ പഠിച്ചൊരു സിസ്റ്ററുണ്ട്, ലിസി എന്ന് പറഞ്ഞ സഹോദരിയോടൊന്ന് അവർ കുടുംബമായി ഇന്ന് കടന്നു വരുന്നു പറഞ്ഞു. ഞാൻ കണ്ടില്ല, വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉണ്ട് സ്തോത്രം. ഇങ്ങനെ കർത്താവിൻ്റെ ഒരു സാക്ഷിയായി നിൽപ്പാം. ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നതിനായി ദൈവത്തിന് വീണ്ടും നന്ദി പറയുന്നു. ഞാനൊരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 4 തൊട്ടുള്ള ഭാഗം ഞാൻ വായിക്കുന്നു. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നതുപോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. നമ്മുടെ കർത്താവ് അനുഭവിച്ച കഷ്ടതയൊന്നും നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. അതുപോലെ അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ച കഷ്ടങ്ങളൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല. പക്ഷേ നമ്മളുടെ കഷ്ടങ്ങളിൽ നമ്മൾ കടന്നു പോകുന്ന ദൈവത്തിന് ഓരോ ഉദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, കഷ്ടം അനുഭവിക്കാനായിട്ട് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഒന്നെങ്കിൽ രോഗമായിരിക്കാം, അല്ലെങ്കിൽ ജയിലായിരിക്കാം. ഏതൊക്കെ വിധത്തിലാണ് ദൈവം കഷ്ടങ്ങളിൽ കൂടെ നമ്മളെ കടത്തിവിടുന്നതെന്ന് നമുക്കൊന്നും പറയാൻ കഴിയില്ല. അതെന്താ വെച്ചാൽ കഷ്ടങ്ങളിൽ കൂടെ കഷ്ടത എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? ഒന്നാമതായി നമ്മളെ ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരാനായിട്ട്, പിന്നെ കർത്താവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാകുവാനായിട്ട്, പിന്നെ നമ്മുടെ വിശ്വാസം വിശ്വാസത്തിൽ നമ്മൾ തികയുവാനായിട്ട്, അതുപോലെ തന്നെ നമ്മൾ പിന്മാറ്റത്തിൽ പോകുന്നവരെ മടക്കി വരുത്തുവാനായിട്ട് നമുക്ക് കഷ്ടത തരും. അതുപോലെ തന്നെ നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി, അതുപോലെ നമുക്ക് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ പ്രതിഫലം വർദ്ധിക്കുവാനായിട്ട്, പ്രതിഫലം കൂട്ടുവാനായിട്ട് നമ്മളെ കഷ്ടതയിൽ കൂടെ കർത്താവ് കടത്തിവിടും. ഞാൻ എൻ്റെ ജീവിത വിശ്വാസത്തിൽ കടന്നു വന്നത് മുതൽ ഇതുവരെയും ദൈവം എന്നെ കഷ്ടതയിൽ കൂടെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ ഞാൻ ആ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോഴും ഞാൻ പിറുപിറുക്കുവാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. എന്താ വെച്ചാൽ ആ കഷ്ടത വരുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ, അത് ഞാൻ ടെസ്റ്റിമണി പറയുമ്പോൾ പറയാം, അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവെ റിസൈൻ ചെയ്താലോ അങ്ങനെ ചിന്തിച്ച അവസരങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാലും റിസൈൻ ചെയ്യിപ്പാനായിട്ട് ദൈവം അനുവദിച്ചില്ല. പക്ഷേ ഒരു 8 വർഷമായപ്പോൾ എന്നെ ബലമായിട്ട് ഞങ്ങളെ റിസൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു സംഗതിയും അന്ന് ഭവിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ നീതി അവിടെ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ നമ്മുടെ കഷ്ടതയിൽ നമ്മൾ കർത്താവിൻ്റെ കഷ്ടതയിൽ പങ്കാളിയാളും തോറും നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോഴോ രോഗം വരുമ്പോഴോ പ്രശ്നങ്ങൾ വരുമ്പോൾ കടന്നു വരുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് ദൈവസന്നിധിയിലിരിക്കും. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ ജയിക്കാനുള്ള കൃപ തരണം. ഈ കഷ്ടതയിൽ കടന്നു പോകുമ്പോഴും ദൈവം എനിക്ക് അതിനുള്ള കൃപ തന്നു. കഷ്ടത അനുഭവിക്കുവാനുള്ള വരവും തന്നിട്ടാണ് ദൈവം എന്നെ ജയിലിൽ കൊണ്ടടച്ച്. ഞാനിപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, കർത്താവെ ഇതൊക്കെ സഹിക്കാൻ എങ്ങനെ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ സാക്ഷ്യം പറയുകയാണെങ്കിൽ, ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നും യേശുവിനെ അറിയാനായിട്ട് ദൈവം എനിക്ക് ഭാഗ്യം തന്നു.
അങ്ങനെ യേശുവിനെ അറിയാനായിട്ട് സംഗതി ഉണ്ടായത് എന്താ വെച്ചാൽ, എൻ്റെ പിതാവ് ഒരു മദ്യപാനിയായിരുന്നു. മദ്യപിച്ച് വന്നിട്ട് എൻ്റെ മാതാവിനെ ഒരു കാരണമില്ലാതെ അടിക്കുമായിരുന്നു. അങ്ങനെ അടിച്ച് വയറ് നിറച്ച ആഹാരം ഉണ്ടെങ്കിൽ, യാഗഭോജനം ഉണ്ടെങ്കിൽ സ്വസ്ഥതയില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ കഴിക്കാൻ എല്ലാത്തിനും ഒന്നിനൊരു കുറവില്ല, പക്ഷേ സമാധാനമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം എൻ്റെ വിദ്യാഭ്യാസ കാലയളവിലാണ് ഞാൻ റേഡിയോ പ്രോഗ്രാം ഓൺ ചെയ്തപ്പോൾ പെട്ടെന്ന് യേശു വിളിക്കുന്നു എന്നുള്ള ഒരു പ്രോഗ്രാം ഞാൻ കേട്ടപ്പോൾ അതിൽ ആ പാട്ടും അതുപോലെ ആ ദൈവവചനം കേട്ടപ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എല്ലാ ദിവസവും ഞാൻ ഈ റേഡിയോ പ്രോഗ്രാം കേൾക്കാനായിട്ട് റേഡിയോ ഓൺ ചെയ്യും. അപ്പോൾ ഇത് ഓൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ സിലോണെന്ന് വരുന്ന കാരണം ഇതൊന്നും എനിക്ക് കിട്ടാറില്ല, ചിലപ്പോൾ അങ്ങനെ ബ്രേക്ക് ചെയ്തൊക്കെ കിട്ടാറ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, അത് തീരുന്ന വരെ ഞാനത് ഓൺ ചെയ്തു. ചില ദിവസം എനിക്കിത് കിട്ടാറില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുക, അത് തീരുന്ന വരെ ഈ ബാൻഡ് കറക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നിരാശപ്പെട്ടിരുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ +2 വിദ്യാഭ്യാസ കാലയളവിൽ, അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ, പ്രീ ഡിഗ്രി സമയത്ത് എൻ്റെ പിതാവ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. പെട്ടെന്ന് ഒരു സൈലൻ്റ് അറ്റാക്ക് ഉണ്ടായി. അങ്ങനെ എൻ്റെ പിതാവ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ പിന്നെ ഞാൻ ആ ചിന്തയും ഇതൊക്കെ പോയി. യേശുവിനോടുള്ള പിന്നെ ആ കഷ്ടതയിൽ കൂടെ അങ്ങനെ ദൈവം ഒരു നന്മയ്ക്കും കുറവില്ലാതെ നടത്തി. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം അവിടെ മുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പിന്നെ ടൈപ്പ് എല്ലാം ഓവറും ഹയറെല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴാണ് എൻ്റെ വീടിൻ്റെ അടുത്തൊരു സെയിൽ ടാക്സിൻ്റെ കണക്കെഴുതുന്ന ഒരു ആളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരുടെ ഓഫീസിൽ കണക്കെഴുത്തിന് ചെന്നുകൂടി. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ആ അമ്മച്ചിയുടെ അടുത്ത് ഞാൻ കടന്നു പോകുമായിരുന്നു. അമ്മച്ചി പെന്തക്കോസ് അവിടെ AG ചർച്ചിൽ പോകുന്ന ഒരു അമ്മച്ചിയായിരുന്നു. അങ്ങനെ അമ്മച്ചി എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ, ഒരു പെൺകൊച്ചിനെ നടക്കാൻ എങ്ങനെയൊക്കെ നടക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മച്ചി പറഞ്ഞു തരുന്നു. അപ്പം അമ്മച്ചി മാത്രമുള്ള പെന്തക്കോസ് അനുഭവത്തിൽ അങ്ങനെ അമ്മച്ചിയുടെ അടുത്ത് ഞാൻ പോകാറുണ്ട്. അമ്മച്ചി എന്നോട് നല്ല നല്ല കാര്യങ്ങളും പറയാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ വചനോത്സവം മാസിക എനിക്ക് ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പം അതിൻ്റെ മുന്നേ ഞാൻ ഈ KP യോഹന്നാൻ എഴുതിയ ദൈവത്തെ കളിപ്പിച്ച പുള്ളി എന്നൊരു പുസ്തകമുണ്ട്. അതിൽ ദശാംശത്തെക്കുറിച്ച് പറയുന്നത്. അന്ന് എനിക്കിതൊന്നും അറിയില്ല, യേശുവിനെ കുറിച്ചോ ഭജനം എന്താണെന്നോ പ്രാർത്ഥന എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഈ ദൈവത്തെ കളിപ്പിച്ച പുള്ളി എന്ന പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ ദൈവത്തിന് നമ്മൾ 10-1 കൊടുക്കുകയാണെങ്കിൽ ദൈവം അനുഗ്രഹിക്കും എന്നുള്ളൊരു അത് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് അവിടെ നിന്ന് ആദ്യം എനിക്ക് കിട്ടിയത് 100 രൂപയായിരുന്നു. അങ്ങനെ ഞാൻ ഈ 100 രൂപയുടെ 10 രൂപ ഞാൻ ഈ അമ്മച്ചിക്ക് കൊണ്ടുകൊടുക്കും. അപ്പോൾ അമ്മച്ചി എല്ലാ വെള്ളിയാഴ്ച ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ. അപ്പോൾ അമ്മച്ചിയുടെ അടുത്ത് പോവും, ഞാൻ ഈ പൈസ കൊടുക്കും. അങ്ങനെ അമ്മച്ചി എനിക്ക് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ദിവസം ഞാനും എന്ത് ചെയ്ത്, വെള്ളിയാഴ്ച ഉപവസിക്കും. രാത്രി വരെ, സന്ധ്യ വരെ ഞാൻ ഉപവസിക്കും. അമ്മച്ചിയുടെ അവിടെ പോയി പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ചേച്ചിയുടെ ഏട്ടനാണ്, മൂത്ത ചേച്ചിയുടെ ഏട്ടൻ പറഞ്ഞു, ഇവളിങ്ങനെ പോവുകയാണെങ്കിൽ ഇവളുടെ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് വിവാഹം നടന്നില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാനിങ്ങനെ തുറമാനായിട്ട് നടന്നു തുടങ്ങി. പിന്നെ വചനോത്സവ മാസികയിലുണ്ട് ദൈവം സൗഖ്യമാക്കും എന്നുള്ള ഒരു ഭാഗം അങ്ങനെ വായിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അമ്മേനെ കൂട്ടിയിട്ട് അപ്പോൾ എൻ്റെ മാതാവിനെ എല്ലാ മാസം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മാതാവിനും കൂട്ടി പോട്ടയിൽ പോയി അവിടെ ധ്യാനം കൂടാൻ പോയി. അന്ന് തന്നെ ആരും ചർച്ചിൽ കൊണ്ടുപോകാൻ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഞാൻ പോട്ടയിൽ പോയി അവിടെ ധ്യാനം കൂടി. അവിടുന്ന് ഞാൻ പിന്നെ ഒരു തീരുമാനം എടുത്തു, ഞാൻ അമ്പലത്തിൽ പോവില്ല, പൊട്ട് തൊടില്ല, അങ്ങനെ ആഡംബരമായിട്ടൊന്നും നടക്കില്ല എന്നൊരു തീരുമാനം എടുത്തു. അപ്പോൾ തീരുമാനം എടുത്തതിൻ്റെ പ്രകാരം ദൈവം എൻ്റെ മാതാവിനെ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. അങ്ങനെ ആ തീരുമാനത്തിൻ്റെ പ്രകാരം ദൈവം എന്നെ സ്വപ്നത്തിൽ കൂടെയൊക്കെയാണ് നടത്തിയിരുന്നത്. അങ്ങനെ എൻ്റെ ആങ്ങള ഗൾഫിലേക്ക് പോയി. ഇളയാങ്ങള ഗൾഫിൽ പോയി ഒരു 6 മാസമായപ്പോൾ അവൻ ബ്ലേഡിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾക്കറിയില്ല അവൻ പറഞ്ഞ പണിയല്ല കിട്ടിയതെന്ന്. അങ്ങനെ ഞങ്ങളിരിക്കും. അപ്പം ഞാൻ ഈ വിശ്വാസത്തിലുണ്ട്, പോട്ടയിൽ പോയി അവിടെ യേശുവിലുള്ള പ്രാർത്ഥനയിൽ ഞാൻ അങ്ങനെ വ്യാപൃതരായി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഇവനിങ്ങനെ പ്രശ്നമാണെന്ന് അറിഞ്ഞില്ല. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ 6 മാസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ വിവാഹം ഉറച്ചു. അപ്പോൾ ഇതും ഞങ്ങൾ ഈ കല്യാണം നടത്തിയത് ബ്ലേഡിൽ നിന്നായിരുന്നു. അങ്ങനെ ഇവന് പിന്നെ തിരിച്ചു പോന്നു. അപ്പോൾ എല്ലാ കടം കൂടിയപ്പോൾ ഞങ്ങളുടെ അച്ഛൻ പണിത ഒരു വീടുണ്ടായിരുന്നു, അത് ഞങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടത്. അവരെ ഞങ്ങളേക്കൊന്ന് അത് വിലയ്ക്ക് വാങ്ങി.
അങ്ങനെ ഞങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് വെള്ളമുള്ള ഒരു സ്ഥലം കിട്ടണേന്ന്. അപ്പോൾ ദൈവം എനിക്കൊരു ദർശനം കാണിച്ചു തന്നു. ഒരു വഴിയുടെ ഓരത്ത് കണ്ടിട്ട് ഒരു കിണർ, ആ കിണറിൽ ഒരു ഭാഗം വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നതും ഒരു ഭാഗം മണ്ണിടിഞ്ഞ് ഇങ്ങനെ കൂനയായിട്ട് നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചു തന്നു. പിന്നെ ഒരു ഓല ഷെഡിൽ വീടിൽ ഞാൻ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ വിളക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട്, കർത്താവേ എങ്ങനെ ഞാനിവിടെ ജീവിക്കുന്നു. അങ്ങനെ ഞാൻ ഈ സ്വപ്നം കണ്ടപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു ഭാഗം കണ്ടു. അപ്പം എനിക്കറിയില്ലായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് ഒരുക്കിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ജനിച്ച് വളർന്ന നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പോകാനായിട്ടൊരു വിഷമമുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ദൂര സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു, ഒന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദൈവം ദർശനം കാണിച്ച പോലെ തന്നെ ഒരു വീട് ഞങ്ങൾക്ക് അവിടെ കിട്ടി. അങ്ങനെ പിന്നെ അവിടെ അങ്ങനെ കൂടി പിന്നെ ഞാനിങ്ങനെ ജോലിക്ക് പോയി തുടങ്ങി. അപ്പോൾ ഈ വെള്ളം എന്ന് നോക്കിയപ്പോൾ ഈ വീട്ടിൽ വെള്ളമില്ല, ഒരു പാറ ഒക്കെ ഉള്ളൊരു കിണറ, വെള്ളമില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവ് എനിക്ക് വെള്ളമുള്ളൊരു വീടാണല്ലോ കർത്താവ് കാണിച്ചു തന്ന് നോക്കുക. അപ്പോൾ വീടിൻ്റെ അടുത്തൊരു ആശേരി കുറ്റി തറയ്ക്കാനായിട്ട് വന്നപ്പോൾ അന്ന് വിശ്വാസത്തിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടുന്ന് ആ ആശേരി വന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്കൊരു വീട് ഒരു കിണർ ഇവിടെ വെള്ളമുള്ള സ്ഥലമുണ്ടോ എന്നൊക്കെ വന്നു. അങ്ങനെ ഒരു കിണർ കുത്തി ദൈവം ആ ദർശനം തന്നതുപോലെ തന്നെ അവിടെ വെള്ളം ഉണ്ടായിരുന്നു. ഒരു ഭാഗം കല്ലുവെട്ടുമടയായിരുന്നു. അത് ഞങ്ങൾക്കറിയില്ലേ, ഞാൻ ജനിക്കുന്നതിന് മുന്നേ അവിടെ ഒരു കല്ലുവെട്ടുമടയായിരുന്നു എന്നാൽ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ അവിടെ ദൈവം അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെയൊക്കെ ഇങ്ങനെ നടത്തി. അവസാനമാകുമ്പോൾ പിന്നെ എനിക്കിങ്ങനെ കണക്കെഴുത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കൈവേദന വന്നു. കൈവേദന വന്നപ്പോൾ പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ രോഗം മാറില്ല എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരേണ്ട സമയമാകുമ്പോൾ ദൈവം ഓരോ മുഖാന്തരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അങ്ങനെ അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ ഈ ചെറുപ്പത്തിലെ തന്നെ ഞാൻ എൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഞാൻ തീരുമാനിക്കും. ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. അപ്പോഴാണ് എൻ്റെ ആ വീടിൻ്റെ അടുത്ത് അമ്മച്ചി പറഞ്ഞു, മോളെ ഞങ്ങളുടെ ചർച്ചിലെ ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുണ്ട്, അവിടെ പോയി പ്രാർത്ഥന കൂടുകയെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് പോകാൻ പെർമിഷൻ ഇല്ല. പിന്നെ ഞാനെന്ത് ചെയ്ത്, ജോലിക്ക് പോകുമ്പോൾ അവിടെ അവധി പറഞ്ഞ് ഞാൻ ഈ പ്രയറിന് അറ്റൻഡ് ചെയ്തു. അങ്ങനെ കർത്താവ് എനിക്ക് 3-ാമത്തെ ദിവസം സൗഖ്യം തന്നു. അവിടെ നിന്ന് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവേ ഞാൻ എൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന വ്യക്തിയായിരുന്നു. ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ യേശുവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് ഞാൻ നിന്നു. പിന്നെ വീട്ടിൽ ആരാധനയ്ക്ക് പോകാൻ സൺഡേയിൽ ആരാധനയ്ക്ക് പോകാൻ ഒരുവിധം പെർമിഷൻ കിട്ടി. ഒരു ദിവസം എൻ്റെ അമ്മ പറഞ്ഞ്, ഞാനിങ്ങനെ എന്നെ ഇവിടെ വിശ്വാസത്തിൽ വരുന്ന സമയത്തുള്ള ദേവദാസൻ EV ശാമുവേൽ പാസ്റ്ററായിരുന്നു. അവരാണെങ്കിലോ എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ആയ സമയം. അപ്പോൾ പിന്നെ പുതിയ പാസ്റ്റർ വരുന്നു. അപ്പോൾ എനിക്കാണെങ്കിലോ അവിടെ ഒരു സ്നാനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പോകുന്നതിൻ്റെ മുമ്പേ സ്നാനം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച്, ഞാൻ വചനത്തിലൊന്നും ഉറച്ചിട്ടില്ല, അപ്പോഴേക്കും ഞാനും സ്നാനപ്പെട്ടു വീട്ടുകാരറിയാതെ. അങ്ങനെ വീട്ടിൽ നിന്ന് ഭയങ്കര പ്രതികൂലം വന്നു തുടങ്ങി. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, നീ പ്രാർത്ഥനയ്ക്ക് പോകുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, പക്ഷേ ആ കലക്കവെള്ളത്തിൽ മുങ്ങല്ലേ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, മെല്ലെ പറഞ്ഞു, ഞാൻ അമ്മ കേൾക്കണ്ട എന്നുള്ളതിൽ നീ മുങ്ങില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ സ്നാനപ്പെട്ടു എന്നുള്ളത്. അമ്മയ്ക്ക് പിന്നെ വിഷമായി. എന്താ കാരണം വെച്ചാൽ ഞാൻ ആരോടും മിണ്ടില്ല. ഇപ്പോഴാണ് ഞാൻ പിന്നെയും വർത്തമാനം പറഞ്ഞു തുടങ്ങി. ആരോടും മിണ്ടില്ല, ഒരു സൈലൻ്റ് ഒരു ക്യാരക്ടറായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എവിടേക്കെങ്കിലും പോകണമെങ്കിൽ എൻ്റെ കൂടെ അമ്മ വേണം, അങ്ങനെ പോവുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമായി, ഇനി എന്താ ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ എൻ്റെ ആങ്ങളൊക്കെ ആണെങ്കിലോ കൂട്ടുകാരൊക്കെ മദ്യം വാങ്ങി കൊടുത്തിട്ട് ഭയങ്കര പ്രശ്നമായി. വീട്ടിൽ നിൽക്കാൻ വയ്യാത്ത പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വന്നു. അങ്ങനെ തന്നെ അവർ ഈ EV ശാമുവേൽ പാസ്റ്ററിൻ്റെ മകള് പ്രസീനും അവരുടെ മകളും മരുമകനും അവിടെ ജോലി ചെയ്തിരുന്നു ആത്മീയയാത്രയിൽ. അപ്പോൾ അവിടെ മലയാളം മീഡിയം ഫസ്റ്റ് ഈ ലേഡീസിനെ തുടങ്ങിയ സമയമായിരുന്നു. അങ്ങനെ ഞാനും ബൈബിൾ പഠിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ബൈബിളിനെ കുറിച്ചൊരു ജ്ഞാനം വേണം, അങ്ങനെയുള്ളൊരു ചിന്തയിലാണ് ഞാൻ കടന്നു പോയത്. പക്ഷേ ഞാൻ ബൈബിൾ പഠിച്ചും കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കപ്പെടുന്നത്. അത് പിന്നെ ഒരു 2 വർഷത്തെ പഠനം കഴിഞ്ഞ് പിന്നെ അങ്ങനെ
ഞാനവിടെ കർത്താവ് ഇനി എന്ത് ചെയ്യും, ഇൻ്റേൺഷിപ്പും കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, കർത്താവേ ഇനി ഞാൻ എന്ത് ചെയ്യും എൻ്റെ വീട്ടിലേക്ക്. അപ്പം ഞാൻ ഈ പഠന സമയങ്ങളിൽ ഞാൻ എൻ്റെ മാതാവിനൊരു കത്തയക്കും, ഞാനിവിടെ സുഖമായിരിക്കുന്നു, അമ്മയും സുഖമായിരിക്കുന്നു. എന്താ വെച്ചാൽ എൻ്റെ മാതാവ് ഞാൻ മുഖാന്തരം ഭാരപ്പെടാൻ പാടില്ല, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എൻ്റെ മാതാവിനെ അറിയണം, അതിനു വേണ്ടി. പക്ഷേ ഈ ആത്മീയയാത്രയുടെ കത്തെല്ലാം പോകുമ്പോൾ ഈ കത്തിൻ്റെ മുകളിൽ ഈ സീലും അടിച്ചല്ലേ പോകുന്നത്. അവരങ്ങനെ അഡ്രസ്സ് കണ്ടെത്തി. അങ്ങനെ ഒരു ദിവസം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സഹോദരി എനിക്കൊരു കത്തയച്ചു, മോളെ നിൻ്റെ മാതാവ് ഒരു ഭാഗം പാരലൈസ്ഡായി കിടക്കുക, മരിക്കുന്നതിന് മുമ്പ് കാണാൻ പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു, എന്നാൽ ഷീജ പോയി മാതാവിനെ കണ്ടിട്ട് വാന്ന് പറഞ്ഞിട്ട് ഞാനൊരു ദിവസം എൻ്റെ മാതാവിനെ കാണാനായിട്ട് കടന്നു ചെന്ന് നോക്കിയപ്പോൾ അവരെ ഡോക്ടറെ അടുത്തേക്ക് പോയിരിക്കുകയായിരുന്നു. അങ്ങനെ കടന്നു വന്നപ്പോൾ എൻ്റെ സഹോദരൻ കണ്ടപ്പോൾ അവനെ പിടിച്ചില്ല. അവന് വെട്ടുകത്തി എടുത്തിട്ട് എന്നെ കാല് വെട്ടി മുറിക്കുന്നും പറഞ്ഞിട്ട് വെട്ടുകത്തി എടുത്ത് വന്നു. ദൈവത്തിൻ്റെ ദൂതൻ അയച്ച പോലെ എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ ഭർത്താവ് അവിടെ കടന്നു വന്ന് ആ വെട്ടുകത്തി മാറ്റാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ വലിയൊരു വിപത്തിൽ നിന്ന് ദൈവം എന്നെ അവിടുന്ന് വിടുവിച്ച് പിന്നെ ഞാൻ പെട്ടെന്ന് തിരിച്ചു പോയി. പിന്നെ എനിക്ക് അവിടെ തന്നെ ആത്മീയയാത്ര ഫോളോ അപ്പ് മിനിസ്ട്രിയോടനുബന്ധിച്ച് ആദ്യം ഡാറ്റ എൻട്രിയുടെ വർക്ക് ചെയ്യാനും, അതുപോലെ പിന്നെ കത്തുകൾക്ക് മറുപടി എഴുതുവാനും, അതുപോലെ കൗൺസിലിംഗ് സെക്ഷനിൽ അങ്ങനെയൊക്കെ ആയിട്ട് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ഒത്തിരി കർത്താവിൻ്റെ വേലയോടനുബന്ധിച്ച് എനിക്ക് അവിടെ പ്രവർത്തിക്കാനായിട്ട് ദൈവം സാഹചര്യങ്ങൾ ഒരുക്കി തന്നു. എന്നാൽ വളരെയധികം കഷ്ടതയിൽ കൂടെ ഞാൻ കടന്നുപോയ സമയങ്ങളുണ്ടായിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഇന്ന് അനുഗ്രഹമായി തീർന്നു. ഞാൻ ആ കഷ്ടതയിൽ കടന്നുപോയപ്പോൾ ഓരോ വർഷം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് ഞാൻ റിസൈൻ ചെയ്യുക അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തു ചെയ്ത് ഒരു 8-ാം മാസം വന്നപ്പോൾ ഒരു പെന്തക്കോസ് അനുഭവമൊക്കെ പോയി തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മാതാവിന് പിന്നെ പൈസ അയച്ചു കൊടുക്കും മരുന്ന് വാങ്ങാനാന്നും പറഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് ഞാനൊരു 3 മാസം കൂടുമ്പോൾ എൻ്റെ മാതാവിനെ കാണാൻ പോകും. അങ്ങനെ പിന്നെ മാസം പോയി കൊടുന്ന് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വന്ന് ആ പ്രതികൂലങ്ങളെല്ലാം മാറി എനിക്ക് സ്വാതന്ത്ര്യത്തോടെ എൻ്റെ ഭവനത്തിൽ പോയി മാതാവിനെ ശുശ്രൂഷിക്കാനൊക്കെ ആയിട്ടും ഇടയായി തീർന്നു. മാതാവ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എൻ്റെ വിവാഹത്തിന് ശേഷം മാതാവ് മരിച്ചു. പിന്നെ എൻ്റെ മൂത്ത ആങ്ങളെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. പിന്നെ എനിക്ക് 2 ചേച്ചിമാരും അവരുടെ കുടുംബവും, പിന്നെ മൂത്താങ്ങളുടെ കുടുംബമുണ്ട്, ഇളയ ആങ്ങളെയും കുടുംബമുണ്ട്. ഇളയ ആങ്ങളയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അവനൊരു മദ്യപാനിയാണ്, മദ്യപിച്ച് അവൻ്റെ കുടുംബജീവിതം എല്ലാം തകർന്നായിരിക്കുന്നത്. അവനെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് ഇവിടെ ഈ പ്രവർത്തനങ്ങളിലായി ഒരു 10 വർഷത്തോളം ഞാൻ അവിടെ നിന്ന്. അപ്പോൾ ഒരു 8-ാം വർഷത്തിലാണ് എനിക്ക് റിസൈൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അത് ഈ ചോട്ടാ ലീഡേഴ്സ് തമ്മിൽ ഞങ്ങൾ കർത്തൃമേശ എടുക്കുന്നില്ല എന്നും പറഞ്ഞിട്ടൊരു കാരണം പറഞ്ഞ് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവളിവിടുന്ന് അവർ ബലമായിട്ട് റിസൈൻ ചെയ്യിപ്പിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, ഷീജ ആലോചിച്ചിട്ട് വേണം റിസൈൻ ചെയ്യാൻ. ഞാൻ പറഞ്ഞു ആലോചിച്ചതെന്ന്. പിന്നെ ഞങ്ങൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു തിരിച്ച് പോരാണെന്നില്ല. എവിടെ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ വിശ്വാസത്തോടെ ഞാനും ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ ബാങ്കിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതും ചെയ്ത് ആഹാരം ഞങ്ങൾ പറഞ്ഞെന്നാൽ ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ആഹാരം കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളെ വിളിക്കുന്നത്. വലിയ ലീഡേഴ്സൊക്കെ അറിഞ്ഞ് ഞങ്ങളെ പിന്നെ തിരിച്ച് കൊണ്ടുപോയി അതെല്ലാം റിസൈൻ ചെയ്യിപ്പിച്ചു. പിന്നെ എൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് ഞാൻ അവിടെ നിന്ന് പോരാനായിട്ട് ഇടയായി തീർന്നത്. 10 വർഷത്തോളം ഞാൻ അവിടെ കർത്താവിൻ്റെ വേലയോടനുബന്ധിച്ചായിരുന്നു. പിന്നെ 2011 എൻ്റെ വിവാഹം നടന്നു. ദൈവം കർത്താവിന് എനിക്ക് തക്കതായൊരു തുണയെ തന്ന് അതെൻ്റെ AG ചർച്ചിലുള്ള കുന്നംകുളം AG ചർച്ചിലുള്ള അവരാണ് ദൈവദാസനം. ഇപ്പോൾ പുതിയ അന്ന് ഒരു ഞങ്ങൾ വന്ന് ഇപ്പോൾ ഒരു 10-25 വർഷത്തോളമായി ഉണ്ടാവും. ആ ദൈവദാസനം ഇപ്പോൾ ആ ചർച്ചിലെ ദൈവദാസനായിട്ട് ഇരിക്കുന്നു. ബിജു ഫ്രാൻസിസ് പാസ്റ്ററാണ് ഞങ്ങളുടെ വിവാഹം നടത്തി തന്നത്. അവരാണ് ചർച്ചുകാരാണ് നടത്തി തന്നത്. വീട്ടുകാർ ഓരോരുത്തർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആരും ഇപ്പോൾ വിശ്വാസത്തിലില്ല. പിന്നെ ഞാൻ 2011 എൻ്റെ വിവാഹം നടന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു 1.5 ഏക്കർ ഒരു റബ്ബറും ഉണ്ട്, വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ പറമ്പിൽ കിടന്നിങ്ങനെ ചുറ്റിക്കറങ്ങുക. അപ്പോൾ സൺഡേയിൽ മാത്രമാണ് ഒരു ഹോസ്പിറ്റൽ മിനിസ്ട്രിക്ക് വേണ്ടി പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. അങ്ങനെ ദൈവത്തിൻ്റെ വചനം എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ
ദൈവത്തിൻ്റെ വചനം ഇടപെട്ടുകൊണ്ട് വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദൈവദാസൻ ഞങ്ങളോട് പറഞ്ഞു, ദൈവം നിങ്ങൾക്കൊരു വഴി തുറക്കും, അപ്പോൾ നിങ്ങൾ ഈ വീട് സ്ഥലമൊന്നും നോക്കണ്ട, നിങ്ങളപ്പം തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് ഒരു വഴി തുറന്നു തന്നതാണ് ബീഹാറിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ആരോടും പറഞ്ഞില്ല, ചർച്ചിലും പറഞ്ഞില്ല. ചർച്ചിൽ പോകുന്നുണ്ടെന്ന് അറിയാം, പക്ഷേ എന്ന് പോകുന്നു എവിടെ പോകുന്നു ഒന്നും അറിയില്ല. അവരുടെ ചിന്ത മുഴുവൻ ഞങ്ങൾ തമിഴ്നാട്ടിൽ പോവുകയാണെന്ന്. അങ്ങനെ മാതാപിതാക്കളോടും പറഞ്ഞില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് പറ്റാവുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് യാത്ര ചെയ്ത് ഞങ്ങളങ്ങനെ ബീഹാറിൽ പോയി. ബീഹാറിൽ അന്നൊരു ജെംസിൻ്റെ പ്രവർത്തനമായിരുന്നു, ഒരു അവർ പീപ്പിൾ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിൻ്റെ വർക്കായിരുന്നു ഞങ്ങൾക്ക് തന്നത്. അത് ഞങ്ങൾ അവിടെ ഒരു 1.5 വർഷത്തോളം ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് അച്ഛൻ പറയും. അതിന് 1.5 വർഷത്തോളം ഞങ്ങൾ അവിടെ നിന്നു. അങ്ങനെ അച്ഛന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അത് മരണത്തിൽ നിന്നും ദൈവം അച്ഛനെ വിടുവിച്ചു. അവിടെ നിന്ന് ഞങ്ങൾക്ക് പിന്നെ അവർ പറഞ്ഞു, നിങ്ങൾ സൗത്തിൽ നിന്നല്ലേ വന്നത്, സൗത്തിൽ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, നോർത്തിലെ മിനിസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾ കടന്നു വന്നതാണ്, ഞാൻ സൗത്തിലേക്ക് പോകില്ല എന്നാണ്. അങ്ങനെ ഞങ്ങളാണ് ഇന്ത്യ മിഷനിൽ ഞങ്ങൾ ചേർന്നു. ഇന്ത്യ മിഷനിൽ ചേർന്ന് അവിടെ അപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വയറിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു 2 മാസത്തോളം ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റി. അവിടെ നിന്ന് പിന്നെ യാത്ര ചെയ്ത് വേറൊരു സ്ഥലം പാട്ടിനെല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് ഇത്. അപ്പോൾ അത്രയും യാത്ര ചെയ്ത് വന്നപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛനെ വീണ്ടും യാത്ര ചെയ്തപ്പോൾ ഹെർണിയായി. വീണ്ടും ആ വയർ ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നെ അവർ നെറ്റ് ഇട്ടില്ലായിരുന്നു, അത് കാരണം ഇത് വന്നതാണ്. അങ്ങനെ ഓപ്പറേഷനും കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് ഒരു സ്കൂള് ഹോമിലെ പിള്ളേരുണ്ടായിരുന്നു. ആ പിള്ളേരുടെ ഒരു പ്രിൻസിപ്പാളും ആ പ്രിൻസിപ്പാളായിട്ട് അച്ഛനെ വെച്ചു. പിന്നെ ഞങ്ങൾ പഠിപ്പിക്കാൻ അങ്ങനെ ഉച്ച വരെ ഞങ്ങൾ ഈ പിള്ളേരെ പഠിപ്പിക്കും. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യുക, ഗാവിൽ പോവും. അങ്ങനെ പോയി അവിടെ ട്രാക്റ്റ് കൊടുക്കാനും അതുപോലെ ബൈബിൾ കൊടുക്കാനും അങ്ങനെയായിട്ട് ഒത്തിരി ഗാവുകളിൽ കയറി ഇറങ്ങി. അവിടെയൊക്കെ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ പിന്നെ അവരോട് ഞങ്ങൾ കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ചുള്ള ഫിലിം ഞങ്ങൾ അങ്ങനെ കാണിക്കും രാത്രിയാകുമ്പോൾ. അപ്പോൾ ഞാനും പോവും. രാത്രിയാകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത്. അങ്ങനെ പോയി ഫിലിമെല്ലാം നടക്കും. ഒത്തിരി ആൾക്കാർ കൂടും. അപ്പോൾ കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ച് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അപ്പോൾ ഈ ജനത്തിന് പേടിയാവും. അങ്ങനെ ഒത്തിരി ആൾക്കാരെ കൂടി ഒത്തിരി ആൾക്കാരോട് ഞങ്ങൾക്ക് അങ്ങനെ വചനം പറയാൻ അല്ല ഈ സുവിശേഷം അറിയിക്കാനായിട്ട് ദൈവം സാഹചര്യം. അങ്ങനെ ഒത്തിരി ഹോം ചർച്ചസൊക്കെ രൂപീകരിക്കാനായിട്ട് ദൈവം ഇടയാക്കി. അങ്ങനെ ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുവിശേഷം അറിയാത്തവരോട് സുവിശേഷം അറിയിക്കുക. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ഒത്തിരി ഞങ്ങൾക്ക് പറ്റുന്ന ഞങ്ങൾ നടന്നിട്ടാണ് പോകുന്നത്. ആ നടന്നു പോകുന്ന വണ്ടിക്ക് പോകുന്ന സ്ഥലം വരെ വണ്ടിക്ക് പോകും. പിന്നെ അവിടെ നിന്ന് ഗാവിലേക്ക് നടന്നൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ പോയി ഒത്തിരി സ്ഥലങ്ങളിൽ ഞങ്ങൾ അവിടെ ദൈവത്തിൻ്റെ വചനം അറിയിക്കാനായിട്ട് ദൈവം. അവിടെയൊന്നും ഞങ്ങൾക്ക് അങ്ങനെ പ്രതികൂലങ്ങൾ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ ട്രാൻസ്ഫർ വാങ്ങി ഞങ്ങൾ സുപ്പോൾ എന്ന സ്ഥലത്ത് കടന്നുപോയി 2019. 2013 ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇവിടുന്ന് ഫുൾ ടൈം ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ 2021 ഞങ്ങൾക്ക് അതിൻ്റെ ഇടയുള്ള ഭാഗങ്ങളൊന്നും പറയുന്നില്ല. 2021 ഞങ്ങൾക്ക് ഒരു പെർസിക്യൂഷൻ നേരിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ബൈബിൾ ന്യൂ ടെസ്റ്റ്മെൻറ്റും ട്രാക്റ്റും കൊടുക്കണ നേരത്താണ് ഒരു സുവിശേഷ വിരോധി ഞങ്ങളെ പിടിച്ചുവിടുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, അച്ഛൻ്റെ കൈ പിടിച്ചുവിടുമ്പോൾ അച്ഛൻ എൻ്റെ മൊബൈൽ മാത്രമേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. അച്ഛൻ്റെ മൊബൈൽ വീട്ടിലായിരുന്നു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ ഈ മൊബൈൽ മേടിച്ച് സോണൽ ലീഡറെ വിളിച്ച് പറഞ്ഞു ഞങ്ങളെ ഒരാൾ പിടിച്ചു എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഓടി രക്ഷപ്പെടാൻ. എങ്ങനെ ഫ്ലൈ ഓവറിൽ നിന്നിട്ടാണ് ഞങ്ങളിത് കൊടുത്തുകൊണ്ടിരിക്കുന്ന നേരത്താണ് വിളിച്ചത്. ഈ പുള്ളിക്കാരനാണെങ്കിൽ അച്ഛൻ്റെ കൈയും പിടിച്ചിരിക്കുക. അങ്ങനെ ഓടി രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ഈ മൊബൈൽ ഇവർ മേടിച്ചു. പിന്നെ ഞങ്ങൾക്ക് മൊബൈൽ കിട്ടിയില്ല. ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ പിന്നെ അച്ഛനെ ഒത്തിരി ഒരു കാറ് നിറച്ച ആൾക്കാരെ വിളിച്ചു വരുത്തി വെയിറ്റിംഗ് ഷെഡിൽ കൊണ്ടിരുത്തി ഒത്തിരി അടിച്ചു. പിന്നെ ഈ കടന്നു വന്നവരൊക്കെ ഒത്തിരി അസഭ്യം എന്നെ പറഞ്ഞു. എന്താ വെച്ചാൽ നമ്മൾ ഈ പൊട്ടും മാലയൊന്നും ഇട്ടിട്ടില്ലല്ലോ, അത് കാരണം അവിടെ വേറൊരു തരത്തിൽ അവരെ നമ്മൾ ചിത്രീകരിക്കുന്നു. അങ്ങനെ ഒത്തിരി അസഭ്യമൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കൊണ്ടുവിടാം. അപ്പോൾ ഈ അടിച്ചപ്പോൾ ഈ മൂക്കിൽ നിന്നും വായിൽ നിന്നെല്ലാം ബ്ലഡ് വന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവർ പറഞ്ഞു എന്നാൽ ഞങ്ങളും വിചാരിച്ചു സത്യമാവുമെന്ന്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിടാം, നിങ്ങൾ കയറാൻ പറഞ്ഞു, വണ്ടിയിൽ കയറാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ പൊക്കോളാന്ന് പറഞ്ഞാൽ നിങ്ങൾ കയറാനല്ലേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കയറ്റി. അങ്ങനെ ഇവർ ഒരു 40-45 കിലോമീറ്റർ ദൂരെ ഒരു AC വണ്ടിയിൽ ഇവർ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ വഴിയിൽ വെച്ചിട്ട് ഇവർ പറഞ്ഞു 5 ലക്ഷം രൂപ തരികയാണെങ്കിൽ നിങ്ങളെ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 5 ലക്ഷം പോയിട്ട് 5 പൈസ നിങ്ങൾക്ക് ഞങ്ങൾ തരാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ എൻ്റെ ബാഗെല്ലാം ചെക്ക് ചെയ്ത് 200 രൂപ ഉണ്ടായിരുന്നു. ആ 200 രൂപ എടുത്തു.
പിന്നെ ATM കൊണ്ട് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. സാധാരണ വീട്ടിലാണ് വെക്കാറ്. അപ്പോൾ അന്നാണെങ്കിലോ ബാഗിലുണ്ടായിരുന്നു ATM. അപ്പോൾ അവർ ചോദിച്ചു ATMൻ്റെ നമ്പർ കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു 500 രൂപയിലും താഴെ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് നമ്പർ കൊടുക്കാൻ പറഞ്ഞു. എന്നൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടായി, ഞാൻ നമ്പറും കൊടുത്തു. അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് കൈ കോർത്ത് ഇങ്ങോട്ട് പ്രാർത്ഥിക്കും പറയില്ല. നിങ്ങൾ മെസ്മോറിസം ചെയ്താലൊന്നും ഞങ്ങളുടെ മനസ്സ് മാറില്ല. നിങ്ങൾ 5 ലക്ഷം രൂപ തന്നു, അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് മുമ്പിൽ നിങ്ങളെ തള്ളിയിട്ട് വണ്ടി വന്ന് ഇടിക്കും, അങ്ങനെ നിങ്ങൾ മരിക്കും, അങ്ങനെ മരിച്ചു നിങ്ങൾ വരുത്തും എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഒരു നദിയുണ്ട്, ആ നദി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അന്ന് ആ നദി കണ്ടോണം, അതിനുശേഷം നിങ്ങളല്ലെങ്കിൽ 5 ലക്ഷം രൂപ തന്നോന്നാണ്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഈ പൈസയെല്ലാം എടുത്തപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, അതിന് കർത്താവ് എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടും ഇവരുടെ കയ്യിൽ നിന്ന്. എന്താ വെച്ചാൽ ഇതെല്ലാം AC വണ്ടിയല്ലേ, ഒന്ന് തുറന്ന് പോകണമെങ്കിൽ നമുക്കൊന്ന് എന്തെങ്കിലും അലറി വിളിക്കുക കരയും എന്തെങ്കിലും ചെയ്യാം, ഒന്നിനും നിവൃത്തിയില്ല. എങ്ങനെ രക്ഷപ്പെടും കർത്താവേ? പിന്നെ ഞാൻ വിചാരിച്ചു, കർത്താവ് എങ്ങനെയെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഞങ്ങൾക്ക് പിന്നെ തിരിച്ചു പോരാൻ പൈസയിലില്ല കർത്താവ്, ഇതും പറയാൻ മനസ്സിൽ പറയുന്നുണ്ട്. പക്ഷേ ദൈവം ഞങ്ങൾക്ക് ഒരു ധൈര്യം തന്നു. അവർ പിന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിട്ട് ഒരു കസാരയിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, ഗംഗാനദിയിൽ വെള്ളം കുടിപ്പിച്ച് നിങ്ങളെ ഹിന്ദു ആക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ കയ്യിൻ്റെ മുട്ടുകൊണ്ട് അച്ഛനെ മുതുകത്തൊരു ഇടിയിടിച്ചു, ഇനി ഇങ്ങനെ നടന്ന് ആരെയും മതം മാറ്റല്ലേ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് അത് പറഞ്ഞപ്പോൾ ഞങ്ങളെ ഹിന്ദു ആക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് പറഞ്ഞേ, ദൈവ ആത്മാവാകുന്നു അത്രമാത്രം പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും ഇയാൾ ഒരു തൊഴിച്ച് തന്നെ ഭാഗ്യത്തിന് എൻ്റെ കാലിൽ കൊണ്ട് കസേരയിൽ കൊണ്ടെങ്കിൽ വീണായിരുന്നു. പിന്നെ അവർ പോയി, വേറെ ആൾക്കാർ പോയി ATM എല്ലാം ചെക്ക് ചെയ്ത് തിരിച്ചു വന്ന് അവരെന്നോട് പറഞ്ഞു. അപ്പോൾ കത്തി എടുത്ത് വന്നിട്ട് എന്നോട്, അപ്പോൾ വഴിക്ക് വെച്ച് എന്നെ പറഞ്ഞു, ഈ മഹിളയുടെ കഴുത്തറുത്താലാ ഞങ്ങൾക്ക് സമാധാനമുള്ളൂ എന്നൊക്കെ. അപ്പോൾ പിന്നെ അവിടെ ചെന്നപ്പോൾ ഇവർ കത്തി എടുത്തിട്ട് എൻ്റെ കഴുത്തറക്കാനായിട്ട് വന്നു. അപ്പോൾ ഞാനെന്താ ചോദിച്ചിട്ടുണ്ടാ, നല്ല ധൈര്യത്തിൽ എന്നെ അങ്ങനെ ഇരുന്നു, ഇങ്ങനെ കഴുത്തും നീട്ടിയിട്ട് ഇരുന്നു, ഇവൻ എന്താ ചെയ്യുന്നു അറിയട്ടെ എന്നൊന്നു. കർത്താവ് എനിക്കൊരു നല്ലൊരു ധൈര്യം തന്നു, നല്ല ധൈര്യം തന്നു എനിക്ക്. അങ്ങനെ ഇരുന്നവർ ഒന്നും ചെയ്തില്ല, അവർ തിരിച്ചു കൊണ്ടുവച്ചു. പിന്നെ പറഞ്ഞു നിങ്ങളെ വീടാന്നൊക്കെ. അപ്പോൾ അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കത്തി എടുത്ത് വന്നപ്പോൾ അച്ഛൻ കരഞ്ഞേ. അപ്പോൾ ഞാൻ നല്ല ധൈര്യത്തിലിരുന്നു. എന്നിട്ട് ഇവർ പറഞ്ഞു കാറിൽ കയറാൻ പറഞ്ഞു. കാറിൽ കയറാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു, നിങ്ങളെ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുവഴി NH റോഡാണ്, വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്, ബസ്സെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ബസ്സിന് പൊക്കോളാമെന്ന് പറഞ്ഞു. അതിനെ നിങ്ങളോട് കാറിൽ കയറാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അവിടെ കയറി ഡോർ അടയ്ക്കണേട്ട് പിന്നെ ഈ ചെറുക്കൻ ഇരുന്നിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു അവരുടെ ദൈവത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മിണ്ടാതെ ഇരുന്നു, അറിയാത്ത പോലെ ഇരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് അതിൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ശ്വാസം കിട്ടാതെ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നല്ല ഉറക്കെ അങ്ങോട്ട് കരഞ്ഞപ്പോൾ ഈ മുന്നിലിരിക്കുന്ന ചെറുക്കൻ പറഞ്ഞു, ഇതാ ഒരു ലേഡിയത്, നീ എന്തെങ്കിലും സംഭവിച്ച പ്രശ്നമാണ് അത്, നീ വിടുകയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവൻ വിട്ടു. ഒരു 4-5 ദിവസം എനിക്ക് വെള്ളം ഇറക്കാനോ ആഹാരം കഴിക്കാനൊക്കെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഇവർ വേറൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ അവിടെ പോലീസ് അവിടെ ഇല്ലാത്ത കാരണം ഇറക്കിയില്ല. വേറൊരു ഗാവിൽ ഇവർ കുറേ ആൾക്കാരെ വിളിച്ച് കൂട്ടി അവിടെ കൊണ്ടുപോയിട്ട് അവർ വോക്കിംഗ് സ്റ്റിക്കും അങ്ങനെയുള്ള വടിയും കുന്തൊക്കെ ആയിട്ട് വന്ന് ഞങ്ങളെ അടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവിടെ നിന്ന് പിന്നെ അവർ ഒരു അങ്ങനെ അവരിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ വന്നത് നിർബന്ധിച്ച് പറയേണ്ടി വന്നു, ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ 10 ലക്ഷം കൊടുത്ത് മതം മാറ്റുന്നു. ഞങ്ങൾക്കറിയാം അത് സത്യമാണെന്ന്. രാവിലെ ഇവർ പിടിച്ചതാണ് ഞങ്ങൾ തന്നെ, വൈകിട്ടായി ഒരു 5 മണിയൊക്കെ കഴിഞ്ഞു, 5:30 അപ്പോൾ അന്ന് തണുപ്പിൻ്റെ ഒരു സമയമാണ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ചിന്തയാണ്. എന്താ രാത്രിയായി കഴിഞ്ഞാൽ എന്നവരെന്തെങ്കിലും ചെയ്യും, അച്ഛനെ കൊല്ലും ചെയ്യും. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞങ്ങൾ ചെന്ന് പെട്ടിരിക്കുന്നത്. അത് വന്നപ്പോൾ പിന്നെ അച്ഛൻ അത് പറയേണ്ടതായിട്ട് വന്നു. അവർ നിർബന്ധിച്ച് പുറകിൽ വടിയും അതുപോലെ ഇഷ്ടികയും പറഞ്ഞില്ലെങ്കിൽ അടിക്കുക, അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ പറയേണ്ടതായിട്ട് വന്നു. അത് വൈറലായിപ്പോയി. പിന്നെ ഞങ്ങൾ പോലീസിനെ ഏൽപ്പിച്ചു. അപ്പോൾ പോലീസ് വന്ന് ഞങ്ങളെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വെച്ച് പിന്നെ അവർ പറഞ്ഞു, അപ്പോഴേക്കും SP SIയെ വിളിച്ചായിരുന്നു, പറഞ്ഞ് ഞങ്ങളെ വിടാൻ പറഞ്ഞു. അവിടെ അപ്പോൾ എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ളിടത്ത് ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. എന്താ വെച്ചാൽ ആരോ മുഖാന്തരം ദൈവം പ്രവർത്തിച്ച് അങ്ങനെ SP SIക്ക് പറഞ്ഞു, അങ്ങനെ ഞങ്ങളെ അവിടെ നിന്ന് വിട്ടു. അപ്പോൾ അവർ എഴുതിച്ച് ഞങ്ങളെ ഗാവിൽ നിന്ന് പിടിച്ചു, ഞങ്ങളെ വിട്ടു, അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് അവിടെ എഴുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് കേസൊന്നും ആയില്ല. അന്ന് ഞങ്ങളെ തൊണ്ടി സഹിതം പിടിച്ചതായിരുന്നു.
അന്ന് ഞങ്ങൾക്കൊരു പെർസിക്യൂഷൻ നേരിട്ടപ്പോൾ പക്ഷെ വിട്ടു അവരെ. അങ്ങനെ അവിടുന്ന് ഞങ്ങളൊരു 6:30 കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോരുമ്പോൾ അപ്പോൾ ഈ സുവിശേഷ വിരോധികൾ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാഗ് ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. 200 രൂപയും വെച്ചിട്ടുണ്ടായിരുന്നു, ATM തിരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 200 രൂപയും കിട്ടി ഞങ്ങൾ ഒരു ബസ് കയറിയപ്പോൾ ഞങ്ങളുടെ പൈസ എല്ലാം തീർന്നു. അപ്പോൾ ഇരുട്ടായി, 7 മണിയായി. അങ്ങനെ ഒരു ബസ്, രണ്ടാമത്തെ ബസ് കയറുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി ഒരു കടയിൽ കയറി ഞങ്ങൾ ATM വെച്ച് അതിന് ഒരു 200 രൂപ എടുത്താണ് പിന്നെ വീട്ടിലെത്തിയത് 7:30 ആകുമ്പോൾ. അങ്ങനെ അപ്പോൾ പിന്നെ ഞങ്ങളുടെ അവിടുത്തെ ലീഡറെല്ലാം കടന്നു വന്ന് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി, അവരുടെ കൂടെ അങ്ങോട്ട് പോയി. അവിടെ കുറച്ച് ദിവസം ഞങ്ങൾ പിന്നെ അങ്ങനെ നാട്ടിൽ വന്ന് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് വൈറലായില്ലേ, അപ്പോൾ അത് കാരണം പ്രശ്നമായി. എന്തിനാ അങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഇന്ത്യ മിഷൻ്റെ വാതിലും അടഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഞാൻ വീട്ടിൽ അവിടെ നിൽക്കുമ്പോൾ ദൈവം എനിക്കൊരു ദർശനം തന്നു. വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് ഞങ്ങളിനി ഇവിടെ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞു, നാട്ടിൽ തന്നെ ചെയ്തോളാമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ യോഹന്നാൻ്റെ സുവിശേഷം 4 അധ്യായം വായിച്ച 35-ാം വാക്യത്തിൻ്റെ അവിടെ വന്നപ്പോൾ നിങ്ങൾ വിതയ്ക്കാത്തത് കൊയ്യാനായിട്ട് ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു എന്നുള്ള ഭാഗം വായിക്കലും എൻ്റെ കണ്ണിന്ന് എങ്ങനെയാണെന്ന് അറിയില്ല, ദുരിതരെ കണ്ണുനീരിങ്ങനെ ഒഴുകി തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ ദൈവം ഞങ്ങളെ എവിടെ അയക്കുകയാണെങ്കിലും ഞങ്ങൾ പൊക്കോളാമെന്നൊരു തീരുമാനം എടുത്തു. അങ്ങനെ ഞങ്ങളിവിടുന്ന് 2011 തന്നെ 11-ൻ്റെ ലാസ്റ്റിൽ കണ്ടിട്ട് 2021 ലാസ്റ്റിലാണ് ഞങ്ങളെ പിടിച്ച് 22-ലാണ് ഞങ്ങൾ പിന്നെ UP-യിലേക്ക് കടന്നു വരുന്നത്. അവിടെ ഞങ്ങൾ വന്ന് ഒരു 3 മാസം ഞങ്ങൾ അവിടെ പ്രവർത്തിച്ചുള്ളൂ. ഞങ്ങൾ സൺഡേയിൽ ആരാധന നടത്തും. പിന്നെ അത് വേറൊരു ദൈവദാസൻ്റെ ഒരു പ്രവർത്തനമായിരുന്നു. ഞങ്ങളെ സഹായിച്ച പുള്ളിക്കാരനെ ഇത്തിരി ദൂരെ കടന്നു വരണം, അപ്പോൾ ഒത്തിരി റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ കടന്നു പോയത്. അങ്ങനെ അവിടെ ഞങ്ങളൊരു 3 മാസം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അവിടെയുള്ള ആൾക്കാർക്ക് വായിക്കാനോ എഴുതാനോ ഒന്നും അറിയില്ല. അപ്പോൾ അവിടുത്തെ പിള്ളേരേനെയും അക്ഷരം പഠിപ്പിച്ചായിരുന്നു, ഇവരേനെയും അക്ഷരം പഠിപ്പിച്ചായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസ് ഞങ്ങളെ വീട്ടിൽ വന്നാൽ പിടിച്ചു കൊണ്ടുപോയത്. അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങൾ ഹോം അറസ്റ്റായി. പിറ്റത്തെ ദിവസം ഞങ്ങളെ ഇവർ രാവിലെ പിടിച്ചു കൊണ്ടുപോയത്. പിന്നെ ഞങ്ങളെ ജയിലിൽ അടയ്ക്കുന്നത്, ഓരോ ഓഫീസിലും കയറി ഇറക്കി കൊണ്ടുപോയി ഓരോ നമ്മളിൽ നിൻ്റെ മാർക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫിംഗറും എല്ലാം എടുത്തിട്ടാണ് അവസാനമാകുമ്പോഴാണ് 7:30 ആകുമ്പോഴാണ് നമ്മളെ ജയിലിൽ കൊണ്ടുപോയിടുന്നത്. അങ്ങനെ ജയിലിൽ കൊണ്ടുപോയി അവിടെ കയറുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കർത്താവിൽ സന്തോഷിപ്പി എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു എന്നുള്ള ആ വാചന ഞാൻ ഇങ്ങനെ അച്ഛനോട് പറയാനായിട്ട് ഇടയായി. അങ്ങനെ ഞാൻ അച്ഛനോട് അങ്ങനെ ഞാൻ അവിടെ ലേഡീസിൻ്റെ വനിതാ സെല്ലിലേക്ക് എന്നെ കൊണ്ടുപോയി. അപ്പോൾ ചെല്ലുമ്പോൾ അവരെനിക്ക് ആദ്യമായിട്ട് തരുന്നത്, അപ്പം ഞാൻ പറഞ്ഞു ഇവരോട്, ഈ വനിതാ പോലീസിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഹിന്ദിയൊന്നും അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഇവിടെ ആകുമ്പോൾ അതൊക്കെ പഠിച്ചോളൂ എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് അവിടെ ചെന്നിടുമ്പോൾ ഇവർ കൊണ്ടുവന്ന് തരുന്നത് എന്താ വെച്ചാൽ ഈ വനിതാ സെല്ലിലുള്ള ആൾക്കാർ കൊണ്ടുവന്ന് തന്നെ ഇത് പ്രസാദാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പ്രസാദം കഴിക്കില്ല എന്നൊന്നും അപ്പം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു വേണ്ട. പറഞ്ഞു നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഞാൻ ചോദിച്ചു ആഹാരം എന്തെങ്കിലും കിട്ടുമോയെന്ന് ചോദിച്ചു. അങ്ങനെ അവരുടെ ആഹാരം 6 മണിയാകുമ്പോഴേക്കും കൊണ്ടുവരും. അപ്പോൾ അവരെല്ലാവരും അവരൊക്കെ കൂടുതലെടുത്ത ആൾക്കാരൊക്കെ ഷെയർ ചെയ്തിട്ട് തന്നു. അങ്ങനെ ആഹാരം കഴിച്ചു. അന്ന് രാത്രിയാകുമ്പോൾ ഉറങ്ങാനേ പറ്റിയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ നല്ല തണുപ്പുണ്ട്, പിന്നെ ഈ സാധനങ്ങളൊക്കെ വലിച്ചിടുന്ന ശബ്ദം, അതുപോലെ എന്തൊക്കെയോ വലിച്ചു കൊണ്ടുപോകുന്ന ശബ്ദം, അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച്, കർത്താവേ അച്ഛനെ അവരടിക്കുന്നുണ്ടാവുമോ, അങ്ങനെയുള്ള മനസ്സിൽ ആ ചിന്ത വന്ന് പിന്നെ ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഒരു 8 മാസം അവിടെ കിടന്നെങ്കിലും കൂടി ഒറ്റ ദിവസം ശരിക്കും ഉറങ്ങാനായിട്ട് പറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടി ഉണരും. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കും, പിന്നെ കിടക്കും. അങ്ങനെയായിട്ട് പിന്നെ അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ രാത്രിയാകുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ അപ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ അല്ലാത്ത സമയം എന്ന് പറഞ്ഞാൽ ഇവരെ ഒന്നുകിൽ അട്ടഹസിക്കുക, അവിടെയുള്ള ആൾക്കാരെ അട്ടഹസിച്ചിട്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ അവരെ ഒപ്പിക്കും. അങ്ങനെ പിന്നെ ഒരു ദിവസം ഞാൻ അടുത്ത് കിടക്കുന്ന ഒരു സഹോദരി എന്നോട് പറഞ്ഞു, എനിക്ക് ജാമ്യം കിട്ടുന്നില്ല ചേച്ചി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പേരെ വിളിക്കുക, ഷീജ എന്നൊക്കെ വിളിക്കുക. എന്താ വെച്ചാൽ എത്ര ചെറിയ പിള്ളേരാണെങ്കിലും ഷീജ എന്നൊക്കെ വിളിക്കുള്ളൂ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കണം, എനിക്ക് ജാമ്യം കിട്ടുക. എൻ്റെ ഭർത്താവാണ് കൊന്നത്, പക്ഷേ ഭർത്താവിന് ജാമ്യം കിട്ടി, എനിക്ക് ജാമ്യം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ കൂടെ ഇരുന്ന് അവൾ പ്രാർത്ഥിക്കാനൊക്കെ 2-3 ദിവസം വന്നു. പിന്നെ ഞാൻ അവളോട് സുവിശേഷവും പറഞ്ഞു.
പിന്നെ അവൾക്ക് ജാമ്യം കിട്ടി പോകുമ്പോൾ അവൾ പറയും അവളുടെ ദൈവം അവൾക്ക് വേണ്ടി ജാമ്യം കൊടുത്തെന്ന്. എന്നോട് മിണ്ടാതെ പോയി. അപ്പം ഞാൻ വിചാരിച്ചു പോട്ടെ, എന്തായാലും ദൈവം അവളെ ഒരു ദിവസം പിടിക്കാതിരിക്കില്ല എന്ന് എനിക്കറിയാം. എന്താ വെച്ചാൽ ഞാൻ സുവിശേഷം പറയുമ്പോൾ എന്നിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അവളെ ദൈവം തൊടാതിരിക്കില്ല. അങ്ങനെ അവിടെ എന്ന് പറഞ്ഞാൽ ഈ വേറൊരു ജയിലിൽ നിന്ന് വന്ന കുറച്ച് പേരെ സ്റ്റേ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഈ അവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ മറ്റേ ഒരു ബാരൊക്കെ ഉണ്ട്, അവിടെ ഒരു വലിയൊരു ഹോളാണ്, ഇങ്ങനെ ഒരു ഹോളാണ്, അതിലാണ് എല്ലാവരും കിടക്കുന്നത്. അപ്പോൾ ഞാൻ കിടക്കുന്ന റൂമിൽ അത്ര ആൾക്കാരില്ലേ, 10-20-18 പേരൊക്കെ ഉള്ളൂ. അപ്പോൾ ആദ്യം കൊണ്ടുവരുന്നവരെ ഇവിടെ കിടത്തുന്നത്, ഇവിടെ ഒരു ആശ്വാസമുള്ള റൂമെന്നാണ് അവരെല്ലാവരും പറയുന്നത്. എന്താ വെച്ചാൽ അധികം ആളില്ലല്ലോ, കലബല അധികം ഇല്ല അങ്ങനെ. അപ്പോൾ അവിടെ ഒരു സഹോദരി മാത്രമായി ഈ തമ്പാക്കും അങ്ങനെയുള്ളതൊക്കെ കഴിക്കുന്ന ഒരു സഹോദരികൾ. ബാക്കിയുള്ളവർ മുഴുവനും തന്ത്രമന്ത്ര ശക്തികൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. നമുക്ക് ചൂലെടുത്ത് അടിക്കാനും ഒക്കെ ഓരോ സ്ഥലം തരും. ആ സ്ഥലത്ത് നമ്മൾ ചൂലെടുത്ത് എന്നും അടിച്ചു വാരണം. പിന്നെ നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ ചുറ്റും ഇങ്ങനെ ഉമ്മറം പോലെ ഇതുണ്ടല്ലോ, അവിടെ എല്ലാം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം എനിക്ക് കിട്ടും വെള്ളം ഒഴിച്ച് കഴുകണം. അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ ചൂലെടുത്ത് അടിച്ചാൽ വൃത്തി ഉണ്ടാവില്ല ഇവർ ചെയ്യുന്നത്. എനിക്കങ്ങനെ അറിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറേ വെള്ളം കൊടുന്ന് അടിച്ച് നല്ല ക്ലീനാക്കി ഇടും. ഇവരെല്ലാവരും ഒരാഴ്ച അവിടെ മണ്ണൊക്കെ വെച്ച് തേമ്പികളെല്ലാം ഞാൻ ഒരാഴ്ച കൊണ്ട് ഒരു ദിവസം കൊണ്ടെല്ലാം ഈ വെള്ളമെടുത്തൊക്കെ കഴുകും. അപ്പോൾ ഒരു ദിവസം ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ഷീജ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് വീടല്ല, അത് ജയിലാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞേ, ഇത് നമ്മൾ താമസിക്കുന്ന സ്ഥലമല്ലേ, നമ്മൾ താമസിക്കുന്ന സ്ഥലം നമ്മുടെ വീടാണ്, അത് നമ്മൾ ക്ലീനാക്കി ഇടണം എന്നൊക്കെ ഞാൻ അവരോട്. അപ്പം ഞാനിങ്ങനെ ചെയ്യുന്ന കാരണം ഇവർക്കൊന്നും എന്നോട് അനുകൂലമല്ല, എന്നോട് പ്രതികൂലമാണ്. അതുപോലെ തന്നെ ഞാൻ എന്നും അടിച്ചു വരാനുള്ള സ്ഥലം ദൈവം നമ്മളെ ഏൽപ്പിച്ചൊരു ജോലി നമ്മൾ വിശ്വസ്തയോടെ ചെയ്യുക, അതാണ് എൻ്റെ പോളിസി. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പോയി ഞാൻ ചെയ്യുന്ന സ്ഥലം എല്ലാം ക്ലീൻ ചെയ്യും. അപ്പോൾ ഒരു ദിവസം ഞാൻ ഈ പൈപ്പ് വെള്ളം കുളിക്കണ ഭാഗത്തെല്ലാം നമ്മൾ ഒരു ദിവസം നമ്മളവിടെ കഴുകണം. ചെയ്തും കൊണ്ടിരിക്കുന്നത് ചൂലെല്ലാം തെറിച്ച് പോകുക, കയ്യിൽ നിന്ന് അങ്ങോട്ട് തെറിച്ച് പോവുക. അപ്പോൾ ഞാനെങ്ങനെ ചോദിച്ചു, അപ്പോൾ ഒരു ദിവസം ഒരു സഹോദരി ഈ ചൂലെടുത്ത് ഇങ്ങനെ നിന്ന് മന്ത്രം ചെയ്യുന്നതായിട്ട് ഞാൻ അങ്ങനെ കണ്ടു. അപ്പോൾ ഒരു ദിവസം ഞാനെടുത്ത ചൂലല്ല വേറൊരു ദിവസം ഞാനെടുക്കാം, ഞാൻ വേറെ മാറിയെടുക്കും. എന്താ വെച്ചാൽ ഞാനിങ്ങനെ അനുഭവം അനുഭവിച്ച കാരണം. അങ്ങനെ ദൈവം എനിക്കിങ്ങനെ കാണിച്ചു തന്നു, പ്രാർത്ഥിച്ച് വെള്ളം ഒഴിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ വെള്ളം ഒഴിച്ച് ഉപയോഗിച്ച ഞാൻ അങ്ങനെ അവിടെ നിന്നു. പിന്നെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവിടെ നിൽക്കാനായിട്ട് ദൈവം സഹായിച്ചത്. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ ഒരു ദിവസം ഞങ്ങൾ കോർട്ടിൽ പോയപ്പോൾ നമ്മളെങ്ങനെയെങ്കിലും നിന്ദിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ അവിടുന്ന് പോകാൻ പാടില്ല. അപ്പോൾ ശിക്ഷ കിട്ടിയവരുടെ കൂടെ ഞാൻ കിടക്കുന്നത് 7-8 വർഷം ശിക്ഷ ലഭിച്ചവരുണ്ട്. അപ്പോൾ അവരുടെ ചിന്ത മുഴുവനും വരുന്നവരാരും ഇനി പോകരുത്. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ പോലുള്ളവർ, എന്താ വെച്ചാൽ നമ്മൾ ഈ മതം മാറ്റി വന്നുള്ള ആൾക്കാരല്ലേ. അപ്പോൾ ഈ ശബ്ദം ഒഴുങ്ങി കേൾക്കുന്ന അതിൻ്റെ ഉള്ളിൽ മതപരിവർത്തനം നിർത്തൂ എന്നുള്ളതൊക്കെ ഞാൻ ഉറക്കത്തിൽ കേൾക്കുന്ന ശബ്ദങ്ങൾ അതൊക്കെ. അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഞാൻ ഒരു ദിവസം കോർട്ടിൽ പോയ സമയത്ത് ഇവരെല്ലാവരും ഒരു കെട്ടായി നിന്നിട്ട് എൻ്റെ ബാഗിൽ നിന്ന് ഇവർ എൻ്റെ ചുരിദാർ എടുത്ത് ഒരു 10 പൂക്കളുണ്ടായിരുന്നു. ആ പൂക്കളിൻ്റെ എംബ്രോയ്ഡറി പൂക്കൾ, ആ പൂക്കളുടെ നടുവുക്ക് കണ്ടിട്ട് ഇവർ ആണി വെച്ചെല്ലാം കുത്തി പൊളിച്ചിരിക്കുകയായിരുന്നു. ഞാനിതൊന്നും അറിയുന്നില്ല. ഇവരതേപോലെ ബാഗിൽ വെച്ചു. പിറ്റേ ദിവസം ഞാൻ റൂമിലിരിക്കുക, കുളിയെല്ലാം കഴിഞ്ഞ് എൻ്റെ ബെഡിൽ ഞാനിങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കണ നേരത്ത് അപ്പോൾ പുറമെ 2 പേര് നിന്ന് എന്നെ നോക്കുന്നുണ്ട്, ഇവരെന്തൊക്കെയോ അങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചു, കർത്താവേ ഞാൻ അവരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്താ അവരെന്നെ ഇങ്ങനെ നോക്കുന്നെന്ന്. പെട്ടെന്ന് ഞാൻ എൻ്റെ ഡ്രസ്സിലേക്ക് നോക്കിയപ്പോഴേ ഇതെല്ലാം മാല പോലെ കിടക്കുക. അപ്പം ഞാനിങ്ങനെ അത് മാറി എടുത്തിട്ട് ഞാൻ അവരൊക്കെ തന്നെ സൂചി നൂലെല്ലാം വാങ്ങി ഇതെല്ലാം ഇങ്ങനെ തുന്നിക്കുത്തുക. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു, കർത്താവേ ഇതാരാ ചെയ്തിങ്ങനെ? അല്ല, ആദ്യം ഞാൻ പറഞ്ഞത്, കർത്താവേ ഞങ്ങളിവിടെ നിന്ന് ജാമ്യം കിട്ടി പുറത്തു പോകാത്ത പന്തിയിൽ എന്തെങ്കിലും തന്ത്രമന്ത്ര ശക്തികളുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അത് നിർവീര്യമായി പോകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, കർത്താവേ ഇതാരാ ചെയ്തെച്ചെങ്കിൽ ഞാൻ ഇവിടുന്ന് പോണേട്ടി മുന്നേ എന്നോട് ക്ഷമ പറയണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനല്ല ആദ്യം പോയത്. ഞാൻ പിന്നെ 8 മാസമായില്ല, അതിന് മുന്നേ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഇവരുടെ ജയിലെല്ലാം അവിടെ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ കാരണം ഇവരെവിടെ കെടുത്തിയിരിക്കുകയായിരുന്നു. അവരുടെ ജയിലെല്ലാം അവിടെ പണിത് കഴിഞ്ഞപ്പോൾ ഇവരെ കൊണ്ടുപോകുന്ന സമയത്ത് അവർ 3ാമത്തെ ഗേറ്റും കിടക്കണ നേരത്തെ അവർ തിരിഞ്ഞു വന്ന്
എന്നോട് ഇങ്ങനെ പറഞ്ഞൊരു സഹോദരി വന്നിട്ട് പറഞ്ഞു, ഷീജ, ഞാൻ ചെയ്ത എല്ലാ കുറ്റങ്ങൾക്കും ക്ഷമ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയായിരുന്നു ഇവരെ ഈ പരിപാടി ചെയ്തിരിക്കുന്നതെന്ന്. എന്താ വെച്ചാൽ വേറൊരു സഹോദരിയുടെ ഡ്രസ്സിൽ കീറിയിട്ട്, എന്താ കാരണം വെച്ചാൽ ജാമ്യം കിട്ടി പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇവരുടെ തന്ത്രമന്ത്ര ശക്തികളായിരുന്നു അത്. അപ്പോൾ ആ സഹോദരിക്ക് ഒരു ജാമ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ ജാമ്യം കിട്ടിയപ്പോൾ ഇവർക്ക് അരിശയായി. ഇവർ പോലീസിനെയും കൂടി അടിച്ചിട്ട് അവിടെ വന്നിരിക്കുന്നതെന്ന് മറ്റുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ അവർ ഒരു ദിവസം അവളുടെ ഡ്രസ്സിലും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സാധനം ആണി കൊണ്ടുവന്ന് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇവർ രാത്രിയും പിന്നെ എന്തെങ്കിലും ചെയ്താലോ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്, നമ്മൾ ഒറ്റയ്ക്കുള്ളൂ. അങ്ങനെ ഞാൻ മിണ്ടിയില്ല. പിന്നെ എനിക്കറിയായിരുന്നു എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം ഇത് ആയപ്പോൾ ഇതന്നെ സംഗതിയാണ്. പിന്നെ ഇവരാണെങ്കിൽ സുവിശേഷം നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നുണ്ടോ അങ്ങനെയുള്ള സമയത്തൊക്കെ അവരുടെ അടുത്ത് പോയി ഇരുന്ന് ഞാൻ എന്താ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സുവിശേഷം പറയാനുള്ള സാഹചര്യങ്ങളാണ് ഞാൻ അങ്ങനെ നോക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സഹോദരി എന്നെ ഒരിക്കലും സുവിശേഷം പറയാനായിട്ട് സമ്മതിക്കില്ല. വേറെ എന്തെങ്കിലും കാര്യങ്ങളിട്ട് നമ്മളെ അങ്ങോട്ട് ഡിസ്റ്റർബ് ചെയ്യും. നമുക്ക് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഇടുന്ന ഒരു പ്രവണതയായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഓപ്പൺ ഏരിയയിൽ നിന്ന് കുളിക്കുമ്പോൾ ഞാൻ മറവിൽ നിന്നിട്ട് നമുക്കത് പരിചയമില്ലല്ലോ. മറവിൽ നിന്ന് കുളിക്കുമ്പോൾ അവർക്കൊക്കെ ഒരു ദോഷം. അതും അവരവിടെ ചെന്നിരുന്നിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ അങ്ങനെ വീഴാൻ പോകുമ്പോൾ ഞാൻ അങ്ങനെ കർത്താവിനെ വിളിച്ച്, കർത്താവേ, നെഹമ്യാവ് മതിൽ പണിയുന്ന സമയത്തും അതുപോലെ കുളിക്കുന്ന സമയത്തും ആയുധം ധരിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഭാഗം ഞാൻ ഓർക്കാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷേ ഈ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം ഞാൻ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ വചനം തന്നാണ് എന്നെ അവിടെ നിർത്തിയത്. ഒന്നുകിൽ വചനം തരും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പാട്ട് എനിക്ക് തരും. അങ്ങനെ പാടിയും അതുപോലെ ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞാണ് ദൈവം എന്നെ ആ പ്രതികൂലങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ചത്. അവിടെ നിൽക്കാനുള്ള കൃപയും ദൈവം തന്നു. അങ്ങനെ ഒരു ദിവസം അവിടുത്തെ വനിതാ പോലീസ് എന്നോട് ചോദിച്ചു, ഷീജറ ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന ഭാഷയിൽ ആ ഉൽപ്പത്തി തൊട്ടുള്ള ഭാഗങ്ങളെല്ലാം അങ്ങ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ബൈബിൾ വായിക്കണമല്ലോ എന്ന് പറഞ്ഞു അവർ. പിന്നെ എനിക്ക് ജാമ്യം കിട്ടി ഞങ്ങൾ പുറത്ത് പോരുന്ന സമയത്ത് അവരായിരുന്നു ഡ്യൂട്ടിയിൽ. അപ്പോൾ അവർ പറഞ്ഞു, ഷീജ ഈ ബൈരക്കിൽ നല്ല വ്യക്തിയായിരുന്നു എന്ന്. എന്താ വെച്ചാൽ അവിടെയുള്ള ജയിൽ പുള്ളികളെല്ലാം തമ്മിൽ അടിയും ബഹളം, ഇവരുടെ വഴക്ക് തീർക്കാനേ നേരമുള്ളൂ. നമ്മളെന്താ നമ്മുടെ കാര്യം നോക്കി നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് അങ്ങനെ ഇവർ പറഞ്ഞ പണിയും ചെയ്ത് നല്ല ഒരു മാതൃകയോടെ ദൈവം അവിടെ നിൽക്കാനായിട്ട് ദൈവം കൃപ തന്നു. വിശ്വസ്തയോടെ അവിടെ നിൽക്കാൻ ദൈവം കൃപ തന്നു. അതെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം എനിക്ക് വേണ്ടി ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഒരു ദിവസമേ ശ്രീകൃഷ്ണ ജയന്തി വന്നപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു, ഇവിടെ ആരും നിൽക്കില്ല, ഷീജയും വരില്ലേ എന്ന് ചോദിച്ചു. പിന്നെ ആരും നിൽക്കില്ല, വനിത പോലും ആരും റൂമിലുണ്ടാവില്ല, ഇവിടെ ആരും നിൽക്കാൻ പാടില്ല. അപ്പം മനസ്സിൽ മുഴുവനും നമുക്ക് പോകാൻ വ്യവസ്ഥയില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നറിഞ്ഞു ഞാൻ. പിന്നെ മനസ്സിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കിങ്ങനെ ഒരു ഓർമ്മ വന്നേ. പണ്ട് ഒരു കോളേജിലെ സ്റ്റുഡൻസ് ടൂറിന് പോകുക, ഒരു അച്ഛനും അവരൊക്കെ കൂടി പോകുന്നൊരു ടൂറിൻ്റെ ഇതായിരുന്നു. അപ്പോൾ അതിലൊരു പെന്തക്കോസ്ത് സഹോദരി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പിള്ളേരെല്ലാവരും കൂടി പറഞ്ഞു, തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് സിനിമ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞെടുത്തവൻ പറഞ്ഞു, ഞാൻ സിനിമ കാണില്ല എന്നാണ്. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, നീ സിനിമ കാണണ്ട, നീ അതിൻ്റെ ഉള്ളിൽ കടന്നു വന്നിട്ട് കണ്ണടച്ചിരുന്നാൽ മതി എന്ന്. അപ്പോൾ വിളിക്കാണെങ്കിലും മനസ്സിലൊരു കരഞ്ഞൊരു ഇതായി. എന്നിട്ട് തിരിച്ചു വരുമ്പോഴേക്കും എന്തുണ്ടായി വെച്ചിട്ടുണ്ട്, ഒരു ഹർത്താലുണ്ടായി, ടാക്സീസ് എല്ലാം അടയ്ക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ദൈവം അവൾക്കൊരു വേണ്ടി. അപ്പോൾ പെട്ടെന്ന് എനിക്കതൊരു ഓർമ്മ, കർത്താവേ, എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ രാവിലെ തൊട്ടിങ്ങനെ മനസ്സിങ്ങനെ ബേജാറായി കണ്ടിരിക്കുക. അപ്പോൾ മനസ്സിങ്ങനെ ദൈവത്തിൽ ഇങ്ങനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ച്, ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ടല്ലോ, കർത്താവ് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാം. ഒരു 6 മണിയാകുമ്പോൾ അവിടെ കൊച്ചു പിള്ളേരുണ്ട്, 2-3 പിള്ളേരുണ്ട്. അപ്പോൾ അവരെ പ്രോഗ്രാമിനൊക്കെ ഒരുക്കി നിർത്തിയിരിക്കുന്ന നേരത്ത് 6 മണി തൊട്ട് തുടങ്ങി ഇടിയും മഴ നിൽക്കാത്ത മഴ. അങ്ങനെ അപ്പം എൻ്റെ മനസ്സിൽ മുഴുവനുണ്ട്, ദൈവം എനിക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്നൊക്കെ ഞാനിങ്ങനെ സന്തോഷിച്ചിരിക്കുക. അങ്ങനെ പിന്നെ ജയിലർ വിളിച്ചു പറഞ്ഞു, ഇവിടെ വെള്ളമെല്ലാം നിറഞ്ഞ് നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വെള്ളമായി, അത് കാരണം ഇന്നത്തെ പ്രോഗ്രാം ക്യാൻസലാക്കി എന്ന് പറഞ്ഞു. ദൈവമേ സ്തോത്രം പറഞ്ഞ് ഞാൻ ദൈവത്തിന് നന്ദി പറയാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഒത്തിരി താമസം വന്ന് ഞങ്ങൾ 8 മാസത്തോളം അവിടെ നിന്ന് നിരാശ വന്നു. എന്നാലും ദൈവം നിരാശപ്പെടാതെ
പിറുപിറുക്കാതെ നിൽപ്പാൻ ദൈവം കൃപ തന്നു. പിന്നെ ഞങ്ങളുടെ കേസെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഒരു 1.5 വർഷത്തോളം ഞങ്ങൾക്ക് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ ഈ 2025 ഞങ്ങളെ 5 വർഷം ഞങ്ങൾക്ക് ജയിൽ ശിക്ഷയും 25,000 രൂപ പിഴയും ഇട്ടിട്ട് പിന്നെ ഞങ്ങളെ ശിക്ഷിച്ചു. പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ കടന്നു പോയപ്പോൾ ചെന്നിടുമ്പോൾ തന്നെ ഞാൻ ആദ്യം 18-ാം തീയതി അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്നെ ഇവിടേക്ക് ഇതിനെ പോയി കേസിനായിട്ട് കോർട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ പിന്നെ ഇവരുടെ പന്തി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ഇവർ ജയിലിൽ അടയ്ക്കും എന്നുള്ളത്. അങ്ങനെ പിന്നെ പോയപ്പോൾ അവിടുത്തെ പോലീസുകാരൊക്കെ വലിയ അതിശയത്തിലാണ് ചോദിക്കുന്നത്, അയ്യോ ഷീജ വന്നോ, ഷീജ തിരിച്ചു വന്നോ എന്ന്. അപ്പോൾ അവരുടെയൊക്കെ നമ്മുടെ ജീവിത രീതി എല്ലാം കണ്ട് ഇനി ഇവർ തിരിച്ചു വരില്ല, ഇവർ അങ്ങനത്തെ ആൾക്കാരല്ല എന്ന് അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇവർ തിരിച്ചു വരില്ല എന്നുള്ള ചിന്ത. പിന്നെ അവർ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ആദ്യത്തെ പോലെ 8 വർഷം അവിടെ 8 മാസം നിൽക്കുമ്പോഴത്തെ ഇതല്ല, നല്ലൊരു സ്നേഹം. എല്ലാവരും ജയിൽ പുള്ളികളും അവിടെ തന്നെ ബാരക്കിൽ പോയപ്പോൾ തന്നെ വനിതാ സെല്ലിൽ പോയപ്പോൾ തന്നെ അവിടുത്തെ എല്ലാവരും നല്ല സ്നേഹിതർ. അവർ ചെല്ലുമ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങി, അയ്യോ ഷീജാൻറ്റി വന്നു, ഷീജാൻറ്റി വന്നു, ഷീജാൻറ്റി നല്ല ആൻറ്റിയാണെന്ന് ഈ പുതിയ ആൾക്കാരെയും പരിചയപ്പെടുത്തി. അങ്ങനെ ഒത്തിരി നല്ലൊരു അനുഭവമായിരുന്നു. ഒത്തിരി ആൾക്കാരെ അതുപോലെ ആശ്വസിപ്പിക്കാനും പാട്ടിലൂടെ ദൈവവചനം പറയാനും സുവിശേഷം അറിയിക്കാനും ഒക്കെ ദൈവം സഹായിച്ചു. ദൈവം പിന്നെ അനേകർ കേരളം ഒട്ടാകെ ലോകമെമ്പാടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് പിന്നെ 1 മാസം ഞങ്ങൾ പിന്നെ അവിടെ ജയിലിലായിരിക്കാനായിട്ട് ദൈവം കൃപ തന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്ക് പിന്നിലും ദൈവത്തിന് ഓരോ ഉദ്ദേശങ്ങളുണ്ട്. നമ്മൾ തകർന്നു പോകാനല്ല ദൈവം നമ്മൾക്ക് ഈ കഷ്ടത തരുന്നത്, നമ്മൾ കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ, കർത്താവിന് വേണ്ടി നിൽപ്പാൻ. എന്താ വെച്ചാൽ ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ വേറെ എവിടെ പോവുകയാണെങ്കിലും ഞാൻ പറയും, കർത്താവേ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ പുറകോട്ട് കൊണ്ടുപോകരുത്. കർത്താവിന് വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ 8 മാസം അവിടെ നിന്നെങ്കിലും ഒരു നേരം കഴിച്ചാണ് ഞാൻ അവിടെ ഫാസ്റ്റിങ്ങോടെ ഇരിപ്പാൻ ദൈവം സഹായിച്ചു. എന്താ വെച്ചാൽ അവിടെ ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും കഴിക്കണം. അവരുടെ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഹിന്ദുക്കളുടെ ഫാസ്റ്റിംഗ് പറഞ്ഞാൽ അവർക്ക് പഴം കൊടുക്കും, പാല് കൊടുക്കും, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ പുഴുങ്ങി കൊടുക്കും. പക്ഷെ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ഒന്നും നമുക്ക് കിട്ടില്ല, ഒരു ചായ അടക്കം കിട്ടില്ല. അപ്പോൾ ഞാൻ രാവിലെ കിട്ടേണ്ട സാധനം ഞാൻ കൊണ്ടുവന്ന് വയ്ക്കും. അത് കടല പുഴുങ്ങിയതാണെങ്കിൽ ഉച്ചയ്ക്ക് ആ ചോറിലിട്ടൊന്ന് മിക്സ് ചെയ്യും. എന്താ വെച്ചാൽ വേറെ ടേസ്റ്റൊന്നുമില്ല, ഈ കടലയുടെ ടേസ്റ്റെങ്കിലും ഉണ്ടാവട്ടെ. പിന്നെ പുറത്തുനിന്ന് ദൈവദാസന്മാർ കൊണ്ടുവരുന്ന ആഹാരം, ഇത് പാക്കിംഗ് ഫുഡ് ഉണ്ടാവും, ബിസ്ക്കറ്റോ മിച്ചറോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതെല്ലാം കൂടി പഴം അങ്ങനെ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കഴിച്ചാൽ വയറ് നിറയ്ക്കുന്നത്. അപ്പോൾ ഒരു നേരം ആഹാരം കഴിച്ചാൽ പിന്നെ 2ാമത്തെ നേരം നമുക്ക് കഴിക്കാൻ തോന്നില്ല. എന്നും ആഴ്ചയിൽ ഒരു ദിവസം ഇവർക്കൊക്കെ വേസ്റ്റ് കൊണ്ടുപോകാനേ സമയമുള്ളൂ. എന്താ വെച്ചാൽ അവിടെയുള്ള ആൾക്കാരും അധികം കഴിക്കുന്നൊന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ വല്ല ചമ്മന്തിയൊക്കെ ആരെങ്കിലും ഉണ്ടാക്കിയാൽ തരും. എന്താ വെച്ചാൽ തക്കാളി, അതുപോലെ ധനിയ പത്തയൻ, പച്ചമുളക് കൂട്ട, അതിങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കുത്തി അവർ ശരിയാക്കും. അങ്ങനെ ആക്കിയിട്ട് ചിലപ്പോൾ കിട്ടുമ്പോൾ അത് കഴിക്കും. അപ്പോൾ ഒക്കെ ഒരു ടേസ്റ്റ് തോന്നും. അവിടുത്തെ കറിയിൽ എരിവില്ല, പുളിയില്ല, ഉപ്പില്ല, അങ്ങനത്തെ ഒരു ഇതാണ് കൊണ്ടുവരുന്നത്. പിന്നെ ദാൾ വെച്ചിട്ട് എത്ര നേരം കഴിക്കും, അതിലൊന്നും ഉണ്ടാവില്ല, അത് ഇങ്ങനെ വെള്ളം പോലെയുള്ളൊരു കറി. അപ്പോൾ അങ്ങനെ ആ അനുഭവം കൂടെ ഞാൻ ഇവിടെ ആദ്യം വിശ്വാസത്തിൽ കടന്നു വന്ന സമയത്ത് തന്നെ ദൈവം എനിക്ക് അതിനുള്ള പ്രാക്ടീസ് തന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം അതൊക്കെ ഒന്നും പിറുപിറുക്കാതെ ദൈവം അതൊക്കെ സഹിക്കാനുള്ള കൃപ തന്നു. അങ്ങനെ ദൈവത്തിന് വേണ്ടി നിൽക്കുക. യേശു കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ ചൊരിഞ്ഞ ആ രക്തം, അത് നമ്മുടെ പാപങ്ങൾക്കും രോഗങ്ങൾക്കും എല്ലാം വിടുതൽ തന്ന ദൈവത്തിൻ്റെ ആ ശക്തി ഇന്നും നമ്മൾ ചോർന്നു പോകാതെ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ 2ാം വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. കർത്താവിനോട് പറഞ്ഞത് ഒരുങ്ങാനാണ്. കർത്താവിൻ്റെ 2ാം വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. കർത്താവ് വരുവാൻ സമീപിച്ചിരിക്കുക. ഇനി നമ്മൾ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞ് പല നാളുകളായി കർത്താവ് വരാനായിട്ട് പോകുകയാണെന്നൊക്കെ. പക്ഷേ കർത്താവ് കള്ളനെ പോലെ കടന്നു വരും. പക്ഷേ നമ്മൾ ഉണർന്നിരിക്കണം, നമ്മൾ ഉണരണം. ഈ ദിവസങ്ങളിൽ സഭ ഉണരണം. ആത്മാവിൻ്റെ ശക്തിയോടെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ ഈ ദിവസങ്ങളിൽ സഭയിലെല്ലാവരും നമ്മൾ നിറഞ്ഞ് നിറവിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി നമുക്ക് നിൽക്കാനായിട്ട് പറ്റുള്ളൂ.
ആത്മനിറവിൻ്റെ അനുഭവം പ്രാപിച്ചാൽ മാത്രമേ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പറ്റുള്ളൂ. കർത്താവ് ഇതുവരെയും കർത്താവ് നിർത്തി. അതെൻ്റെ കഴിവല്ല, കർത്താവിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കേസെല്ലാം ക്യാൻസലാവണം. ഇത്രയും അവസരം ഒരുക്കി തന്ന ഈ ഭാരവാഹികളോട്, ഈ മുനിസിപ്പൽ ഫെലോഷിപ്പിൻ്റെ ഭാരവാഹികളോട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു.